ഓണമൊക്കെ വരാറായല്ലോ. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടൊരു നാരങ്ങാച്ചാർ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചാലോ? വീട്ടിലുണ്ടായ നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ മരത്തുമ്മന്നൊക്കെ പറിച്ച് നല്ല നാരങ്ങ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു നാരങ്ങാച്ചാർ തയ്യാറാക്കാം. ഇനി നാരങ്ങാച്ചാർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കയ്പ്പായിരിക്കും. പക്ഷേ ഇത് കയ്പ്പില്ലാത്ത പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയൊരു നാരങ്ങാച്ചാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം വെച്ച് അതിലേക്കൊരല്പം വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നാരങ്ങ എല്ലാം ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാരങ്ങയെല്ലാം ഇതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. ഇനി ഒരു കോട്ടൺ തുണി വെച്ച് നാരങ്ങയിലുള്ള വെള്ളം മുഴുവനായിട്ട് തുടച്ചെടുക്കുക. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇനി നാരങ്ങ മുറിച്ചെടുക്കുക. ഞാൻ നീളത്തിലുള്ള 8 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഒരു പീസ്, അതായത് ഒരു സൈഡ് 4 കഷ്ണങ്ങളായിട്ട് ഇതേ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാരങ്ങനെ 8 കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ മുഴുവൻ നാരങ്ങയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കാൻ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് എടുക്കാനുള്ള അച്ചാറായതുകൊണ്ടാണ്. കുറച്ച് എടുത്തു വെക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയിലും തയ്യാറാക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിന് കടുകും 2-3 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മുറിച്ചെടുത്ത നാരങ്ങ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 കയ്യിലെ അളവിന് കാശ്മീരി മുളക് പൊടിയാണിത്, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പിൻ്റെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കഴിയുമ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. 1/2 ഗ്ലാസ് വിനീഗറും 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ നാരങ്ങാച്ചാർ ഒരാഴ്ച വരെ കുപ്പിയിലൊന്ന് അടച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്പ്പില്ലാത്തൊരു നാരങ്ങാച്ചാർ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ.